कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 32-ാം അധ്യായം. നമ്മൾ ഇന്നലെ 31-ാം അധ്യായം നമ്മൾ സംഹരിച്ചു. അതിൽ നമ്മൾ കാര്യമായിട്ട് ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. രണ്ടും പരമാത്മ ചൈതന്യം തന്നെയാണ്. പക്ഷേ എന്താ വ്യത്യാസം വെച്ചാൽ, ഈശ്വരൻ പരമാത്മ ചൈതന്യം മായയുടെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലെ കൂടെ ഇറങ്ങി വരണതാണ് ഈശ്വരൻ. ദേഹം എടുക്കണം, അപ്പോൾ ഒരു ശരീരം എടുക്കണം. അപ്പോൾ മായയിൽ വന്ന് ഒരു സത്വഗുണം എടുത്തിട്ട് പൂർണ്ണ സത്വഗുണ സ്വരൂപനായിട്ടുള്ള ഈശ്വരനാണ്. മായയുടെ അവിദ്യ വിദ്യ മാത്രമേ ഉള്ളൂ. വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലെ പ്രൊജക്ഷനാണ് ഈശ്വരൻ എന്നും. അതുകൊണ്ട് ഈശ്വരന് മായയുടെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഈശ്വരന് കർത്തൃത്വബോധവും ഭോക്തൃത്വബോധം അല്ലെങ്കിൽ ദേഹാഭിമാനം ഇല്ല. അതാണ് വ്യത്യാസം. ജീവനോ, ജീവൻ മായയുടെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രൊജക്ഷനാണ്. മീൻസ് മായയിലത്തെ അവിദ്യ എടുത്തിട്ട് നമ്മള് അപ്പൊ അജ്ഞാനം, നമുക്ക് ആ അജ്ഞാനം എന്നുള്ള മറ ഉണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മള്. അത് കാരണം നമുക്ക് ജീവന് ഈ ശരീരത്തിന്റെ എല്ലാ ഉപാധികളും ഉണ്ട്. ജ്ഞാനം ഉദിക്കുന്നവരെ, ഞാൻ ഈ ദേഹമല്ല എന്നുള്ള ജ്ഞാനം ഉദിക്കുന്നവരെ ജീവന് ഈ ദേഹത്തിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഉപാധികളുണ്ട്. ഈശ്വരന് മായയുടെ ഉപാധികൾ ഒന്നും തന്നെയില്ല. ഈശ്വരൻ മായയുടെ ഉള്ളിലാണെങ്കിലും ത്രിഗുണങ്ങൾക്കും അതീതനാണ്, ബിയോണ്ട് ത്രിഗുണാസ്. ഈശ്വരൻ മായയുടെ ഉള്ളിലാണെങ്കിൽ പോലും ഈശ്വരന് മായയുടെ ഒരു ലിമിറ്റേഷൻസും ഇല്ല, ഉപാധികളില്ല, ഗുണാതീതനാണ് എന്ന്. ഈശ്വരൻ അങ്ങനെ നമ്മള് ഗുണത്തിന്, അതായത് മായയുടെ ഉള്ളിലാണ്, മായയ്ക്ക് അധീനാണ്. നമുക്ക് ശരീരത്തിന്റെ എല്ലാ ഉപാധികളും ഉണ്ട്. അത് നമുക്ക് ഇല്ലാണ്ട് ആവണ സമയത്ത് നമ്മളും ഈശ്വരനാവും, അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം തന്നെ ആവും എന്നാണ് ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഈ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന പുരുഷൻ അതിന്ന് വ്യതിചലിപ്പിക്കുന്ന, ആ ആത്മീയ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള സ്ത്രീകളായിട്ട് ഇടപഴകരുത്. വളരെ ജാഗ്രത വേണം. ഈ ഭൗതിക സുഖങ്ങളിലേക്ക് വലിച്ചഴക്കണ സ്ത്രീയെ വർജിക്കണം, അല്ലെങ്കിൽ അവരായിട്ട് അകന്നു നിൽക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആധ്യാത്മിക പാതയില് പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളും അതെ, നമ്മളെ ഭൗതിക ലോകത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന സ്ത്രീ പുരുഷന്മാരെ അകറ്റി നിർത്തണം, ജാഗ്രതയോടെ ഇരിക്കണം. ആരായാലും ആധ്യാത്മിക പാതയില് നമ്മളെ അതിന്ന് പിന്തിരിയാൻ തൊക്കോണം അല്ലെങ്കിൽ വ്യതിചലിപ്പിക്കാൻ തൊക്കോണുള്ള ആരെയും നമ്മളെ അടുപ്പിക്കരുത്. അവരൊക്കെ നമ്മുടെ ഈ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കണവരുടെ പുരോഗതിക്ക് വിഘ്നമായിട്ടുള്ളവരെ എല്ലാം അകറ്റി നിർത്തണം എന്ന് തന്നെയാണ് പറയണത്, അല്ലേ? അതായത് അവരുടെ കൂടെ കൂടിയാൽ നമുക്കും അധോഗതി ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി ഇതിലെന്താ പറയണ വെച്ചാൽ, ഇതില് കാര്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ജീവൻ ഈ ശരീരം എടുത്ത ജീവന്റെ പല തരത്തിലുള്ള ഗതികള് എങ്ങനെയാണ് മോക്ഷം കിട്ടുകയാണെന്ന് വെച്ചാൽ തന്നെ 2 തരം മോക്ഷമുണ്ട്. സദ്യോമുക്തിയും ക്രമമുക്തിയുണ്ട്. ഇനി അല്ലാച്ചാൽ വളരെ സകാമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം, എനിക്കതിന്റെ ഫലം വേണം, ഞാനാണ് അതിന്റെ ഫലം അനുഭവിക്കണ ആള്, ചെയ്യണ ആള് ഞാനാണ്, എനിക്കാണ് എല്ലാ ക്രെഡിറ്റും, അങ്ങനെ വിചാരിക്കണ ആളൊക്കെ ഈ കർമ്മമാർഗം നമുക്ക് അധോഗതി തന്നെയാണ്. അത് നമ്മളെ പിന്നെയും മായയുടെ ഈ വലിയ കയത്തിലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകും. സകാമായിട്ട് എല്ലാം ചെയ്യണവരെന്നും നിഷ്കാമായിട്ട് ചെയ്യണവരെ ഭക്തി വർദ്ധിച്ച് വൈരാഗ്യം വർദ്ധിച്ച് ആത്മസാക്ഷാത്കാരം നേടും. അതായത് ഭക്തി മാർഗത്തിന്റെ നന്മയും ഈ സകാമമായിട്ടുള്ള മാർഗത്തില് പ്രവൃത്തി മാർഗത്തിലത്തെ ആ നന്മയില്ലായ്മയും, അതായത് നമ്മളെ അത് പിന്നെയും ഭഗവാനിൽ നിന്ന് അകറ്റും എന്നും, ഭക്തിമാർഗത്തിൽ നമ്മൾ പുരോഗമിച്ചാൽ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് എന്തെങ്കിലും ഫലം ആഗ്രഹിച്ചിങ്ങനെ ചെയ്യണ എല്ലാ കർമ്മങ്ങൾക്കും നമുക്ക് കർമ്മബന്ധനം ഉണ്ടാക്കും. പിന്നെയും നമുക്ക് ഈ
ജനന മരണ ചക്രത്തിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ടി എന്നൊക്കെ തന്നെയാണ് ഇതിലും പറയണത് കേട്ടോ. പക്ഷെ കുറച്ച് വ്യത്യാസമായിട്ടാണ് പറയണത്. മുമ്പേയും പറഞ്ഞുല്ലോ, നമ്മൾ അതിലൊക്കെ പറഞ്ഞുല്ലോ. അതേപോലെ തന്നെ അപ്പൊ നമുക്ക് നോക്കാം. കപില ഉവാച തന്നെയാണ് കപില ഭഗവാൻ. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പോവാം. കപില ഉവാച അഥയോ തൃതീയ സ്കന്ധ 32 അധ്യായമാണ് കേട്ടോ. കപില ഉവാച അഥയോ ഗൃഹമേധീയാൻ ധർമാനേവാവസൻ ഗൃഹേ കാമമർത്ഥം ച ധർമാംശ്ച ദുഗ്ധിഭൂയ വിപർത്തിതാൻ. അപ്പൊ നമുക്കതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. അഥ യഹ ഇനി ഏതൊരു മനുഷ്യൻ ഗൃഹേ ഏവ അതായത് ഗൃഹത്തിൽ തന്നെ ഇരുന്ന നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഗൃഹമേധീയാൻ ഗൃഹസ്ഥാശ്രമത്തിന് പറ്റുന്ന കർമ്മങ്ങളൊക്കെ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് അതായത് ഗൃഹത്തിലിരുന്ന് ഒരു ഗൃഹസ്ഥാശ്രമി എന്ത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്നനുസരിച്ച് അതേ കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വാൻ ധർമാൻ തൻ്റെ ധർമ്മങ്ങളിൽ കാമത്തിനെയും അർത്ഥത്തിനെയും കറന്നെടുക്കുക. മീൻസ് എല്ലാം ഇത് വേണം, എനിക്ക് അത് വേണം എന്ന് വിചാരിച്ച് മാത്രം സകാമമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അതായത് ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ഇങ്ങനെ കിട്ടും, ഇത് ചെയ്താൽ എനിക്ക് അത് ചെയ്യാൻ അതിൻ്റെ ഫലം കിട്ടും, ഇങ്ങനെ അർത്ഥവും കാമവും മാത്രം ഉദ്ദേശം വെച്ചിട്ട് പിന്നെ എന്താണ് ദോഗ്ധി അതായത് ഇങ്ങനെ കർമ്മങ്ങളെ കറന്നെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം. പിന്നെ അതാണ് ഭൂയ താൻ വീണ്ടും അവയെ വിവർത്തി പൂരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് കർമ്മം ചെയ്യുക, ഒരു ഫലം കിട്ടിയാൽ സന്തോഷിക്കുക, പിന്നെയും അതിനു മുമ്പോട്ട് ഇനി എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് പോവുക, പിന്നെയും ചെയ്യുക. അങ്ങനെ കാമമൂഢ എന്നിട്ട് കാമം ചവിട്ട് ഡിസയറാണ്, ഭയങ്കര ആഗ്രഹങ്ങൾ, എത്ര തീർത്താലും തീരാത്ത ആഗ്രഹങ്ങൾ. കുറച്ച് കിട്ടിയാൽ കുറച്ചും കൂടി വേണം, കുറച്ച് കിട്ടിയാൽ നമ്മൾ പൂന്താനൊക്കെ പറയണത് 10 കിട്ടുമെങ്കിൽ 100 മതി എന്നും അല്ലേ. അതന്നെ, നമുക്ക് കിട്ടിയാൽ പോരാ. പിന്നെ സ അഭി അവനാകട്ടെ ഭഗവത് ധർമ്മത്തിൽ നിന്ന് പരാങ്മുഖ അങ്ങനെയൊക്കെ എത്ര കിട്ടിയാലും പോരാന്നാവുമ്പോ എന്താ അറിയോ, ഈ ഭാഗവത ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ഭാഗവധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കും അവര്, ഡൈഗ്രസ് ചെയ്യും. വ്യതിചലിക്കാൻ പറഞ്ഞാൽ ഡൈഗ്രസ് ചെയ്യണം. അപ്പോ ഈ ദുരമൂത്തിട്ടേ അതായത് എത്ര കിട്ടിയാലും പോരാച്ചിട്ട് ധർമ്മം മറക്കും. എന്നിട്ട് നമ്മള് ആ ഭാഗവത ധർമ്മം അനുസരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിക്കും, അല്ലെങ്കിൽ ഡൈഗ്രസ് ചെയ്യേണ്ടി വരും. എന്നിട്ടോ ശ്രദ്ധയാ അന്വിത അപ്പൊ അതായത് എപ്പോഴും ഭഗവത് കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവനായിട്ട് അങ്ങനെ എന്നിട്ട് ഭക്തനാണെന്ന് വിചാരിക്കുകയും ചെയ്യും. എന്നിട്ട് ക്രതുഭി ദേവാൻ അതായത് ഓരോ യജ്ഞങ്ങളും, പണ്ടൊക്കെ ആണെങ്കിൽ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യും, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്ത ദേവന്മാരെയും പിതൃക്കളെയും യജിക്കുന്നു. അവർക്ക് നമുക്ക് ഇന്നത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് സകാമായിട്ട് നമ്മള് പ്രാർത്ഥനകളും എല്ലാ ദേവന്മാരെ അതായത് വിഷ്ണു ഭഗവാനെ അല്ല അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ ദേവന്മാരെ വേണം അല്ലെങ്കിൽ ദേവിമാരെ വേണം എന്ന് പറഞ്ഞ് ഇന്നത് വേണം നമ്മളെ പ്രാർത്ഥിച്ചും കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവണം വെച്ചാൽ എന്നിട്ട് അത് കിട്ടും. അപ്പൊ അത് കുറച്ചും കൂടി വേണം തോന്നും, വേറൊന്നിനും പ്രാർത്ഥിക്കും. അത്ര ശരിയല്ലേ? അപ്പോ നമ്മൾ ഈ സകാമായിട്ട് അത് കിട്ടണം, അത് കഴിഞ്ഞാൽ വേറൊന്ന് കിട്ടണം, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മൾ ഭക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നമുക്കത് കിട്ടാനുള്ള ഭക്തിയാണ്. അപ്പൊ നമുക്ക് ആ കർമ്മം അതെനിക്ക് ഞാനാണ് ചെയ്യണേ, ഞാൻ 108 ഇത് ചെല്ലി അതുകൊണ്ട് എനിക്കിത് സംഭവിച്ചു. നമുക്ക് തന്നെ ദിവസേന നമുക്ക് ഉണ്ടാവണ ഇതാണ് പറയണത്. ഞാൻ ഇത്ര ചെല്ലിയതുകൊണ്ട് എനിക്കിതുണ്ടായി ഇന്ന്, അല്ലെങ്കിൽ എനിക്ക് ഈ ഫലം കിട്ടി, അപ്പൊ ഞാൻ ഈ കുറച്ചും കൂടി ചെയ്യട്ടെ. അപ്പൊ അതിൽ ശരിക്കും പറയാച്ചാൽ അത് തെറ്റാന്നല്ല, പക്ഷെ അതില് നമുക്ക് ഈ കിട്ടണം എന്നുള്ള അതായത് നമ്മുടെ ഉദ്ദേശം കാമവും അർത്ഥവും ആയി തീരെയാണ് നമ്മൾ തന്നെ അറിയാതെ. അതുകൊണ്ടാണ് സകാമ പ്രാർത്ഥന ഉത്തമല്ല എന്ന് പറഞ്ഞത്. പക്ഷേ സകാമ പ്രാർത്ഥന നടത്തി നമുക്ക് ഭക്തിന്റെ ബോധ്യത്തിൽ ഇരുന്ന കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ കിട്ടാണ്ടേ വരുമല്ലോ, പലപ്പോഴും കിട്ടാണ്ട് വരും, അല്ലെങ്കിൽ വേറൊന്നാണ് കിട്ടുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദുഃഖങ്ങൾ നമ്മൾ വിചാരിക്കണ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഓരോ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായിട്ട്
സകാമ പ്രാർത്ഥന വിട്ട് നിഷ്കാമ പ്രാർത്ഥനയിലേക്ക് വരും. അതുകൊണ്ട് സകാമ പ്രാർത്ഥന അരുതെന്നോ സകാമ പ്രാർത്ഥന പൊട്ടയാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സകാമ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ലക്ഷ്യം കാമവും അർത്ഥവും ആ ആഗ്രഹം സാധിക്കുക, അതുകൊണ്ട് നമുക്ക് സുഖം ഉണ്ടാവുക എന്നുള്ളതിലേ ഇത് നിൽക്കണു. അതൊന്നും നമ്മൾ മുകളിലേക്ക് പോകണില്ല. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഞാനിത് ചെയ്തു എനിക്ക് കിട്ടി, ഇനി ഞാൻ ചെയ്യണു എനിക്ക് ഇനി കിട്ടും. അപ്പൊ നമുക്ക് ആ കർത്തൃത്വവും ഭോക്തൃത്വവും ഞാനാണ് ചെയ്യണമെന്നും നമുക്ക് ആ ദേഹാഭിമാനത്തിന് ഒരു കുറവും വരുന്നില്ല. നേരെ തിരിച്ച് സകാമ അല്ലാണ്ട് ആകുമ്പോ എന്താ ഉണ്ടാവണം, ഇതൊന്നും ഞാൻ ചെയ്യണതല്ല, ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കണു, ഞാനതെല്ലാം ഭഗവത് പ്രീതികരായിട്ട് ഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണു എന്നായ നമുക്ക് കർമ്മബന്ധനം ഇല്ലാണ്ടേ. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞത് നമ്മളെ കാമവും പിന്നെ അതായത് ഇപ്പൊ രണ്ട് ശരിക്കും പറയാ രണ്ട് ശ്ലോകം ഒന്നിച്ച് പറഞ്ഞാൽ ആ സുഖം. അപ്പോ ഈ രണ്ടാമത്തെ കൂടി സചാപി ഭഗവത് ധർമാൻ കാമമൂഢ പരാങ്മുഖ യജതേ ക്രതുഭിർ ദേവാൻ പിതൃംശയത് ശ്രദ്ധയാന്വിത. രണ്ടേ അതാണ്. കുറച്ച് കഴിയുമ്പോ എന്താ അതും കൂടി പറയണം ഇതിൻ്റെ കൂടെ. ഭഗവത് ധർമ്മത്തിന് പരാങ്മുഖാവും, എന്നിട്ട് പരാങ്മുഖ വിമുഖനാവും ഭഗവത് ധർമ്മം അനുസരിക്കണേ. എന്നിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ സകാമ പ്രാർത്ഥന ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവണ വെച്ചാൽ നമുക്ക് കർമ്മബന്ധനം ഉണ്ടാവും. എന്നുവെച്ചാൽ കർമ്മബന്ധനം എന്താ വെച്ചാൽ എന്താ, നമ്മളൊക്കെ ഗുണമൊക്കെ കിട്ടും. നമ്മളെ ഇപ്പൊ ദേവന്മാരെ പ്രാർത്ഥിച്ചു, പിതൃക്കളെ പ്രാർത്ഥിച്ച നമ്മളെ പിതൃലോകത്തെ പോവും. അവിടെ അനുഭവിക്കാനുള്ളത് സൂക്ഷ്മ ശരീരേ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദേഹം നശിച്ചാൽ സൂക്ഷ്മ ശരീരം ഉപയോഗിച്ച് പിതൃലോകത്ത് പോവും, അവിടെ അനുഭവിക്കാനുള്ളത് അനുഭവിക്കും. സ്വർഗത്തില് ദേവലോകത്തിൽ പോവും, അവിടെ അനുഭവിക്കാനുള്ളത് അനുഭവിക്കും. പക്ഷേ ആ ഫലങ്ങളൊക്കെ കഴിഞ്ഞാൽ സകാമായി ചെയ്ത ബാക്കി കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഈ സ്ഥൂല ശരീരം കൊണ്ടേ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ പിന്നെയും നമ്മൾ ഭൂമിയിൽ ജനിക്കും. ഇതുപോലെ പിന്നെയും സകാമായിട്ട് അല്ലെങ്കിൽ അർത്ഥവും കാമവും ആഗ്രഹിച്ച് പിന്നെയും നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. അപ്പൊ ഇത് അവസാനിക്കാത്തൊരു യാത്രയാവുകയാണ്. അതാണ് ഇതിൽ പറയണത്. അതായത് ഇതിൽ പറയണത് സകാമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടും, പിതൃലോകം കിട്ടും, ചന്ദ്രലോകമൊക്കെ കിട്ടും. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ കർമ്മഫലങ്ങള് സൂക്ഷ്മ ശരീരം കൊണ്ട് അനുഭവിക്കാവുന്ന സുഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കർമ്മം ചെയ്യണത് മുഴുവൻ ആഗ്രഹിച്ച് ചെയ്തത് ആവുകൊണ്ട് എന്താ അറിയോ, പിന്നെ സൂക്ഷ്മ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ബാക്കി ഉണ്ടാവും. കാരണം എല്ലാം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ചെയ്തതല്ലേ. അപ്പൊ അതൊക്കെ ബന്ധനമുണ്ട്. അപ്പൊ സൂക്ഷ്മശരീരം കൊണ്ട് അനുഭവിക്കാനുള്ളതൊക്കെ ദേവലോകത്തിലും പിതൃലോകത്തിലും എവിടെയൊക്കെ അനുഭവിക്കും. അത് കഴിഞ്ഞ് സൂക്ഷ്മശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത സ്ഥൂല ശരീരം കൊണ്ട് അനുഭവിക്കാൻ മാത്രം പറ്റുന്ന സുഖദുഃഖങ്ങളും ഉണ്ടാവുകയെ. അതിനു വേണ്ടി പിന്നെയും ജനിക്കുമ്പോഴേ പിന്നെന്താ ഉണ്ടാവുക, ആദ്യം നമ്മള് ഇതുപോലെ കാമവും അർത്ഥവും ഉദ്ദേശമാക്കി പിന്നെയും ചെയ്യും. നേരെ തിരിച്ച് അത് വിട്ടാൽ നമുക്ക് എന്തായി എല്ലാം ഭഗവത് പ്രേരിതമായിട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലെത്തിയ പിന്നെ നമുക്ക് കർമ്മബന്ധനമില്ല. ഇപ്പൊ ഇതിലത് പറഞ്ഞിട്ടില്ല. ഈ രണ്ട് ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ, ഈ ഭാര്യ അതായത് നമ്മള് പിന്നെ വിവാഹം കഴിച്ച ഗൃഹസ്ഥനായിട്ട് തരക്കടൊന്നുമില്ല. നമുക്കപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾക്കും ആവശ്യമുള്ള മോഹങ്ങൾക്കും സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മള് പിന്നെയും ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോ ഉണ്ടാവണ കാര്യം പറഞ്ഞ. ഇപ്പൊ ഒരാള് ഇതിലിപ്പോ പറയണ ഒരു പശുവിനെ അതാണ് ദോഗ്ധി പറഞ്ഞ്. ആ ദോഗ്ധി എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. പിന്നെയും കറന്നെടുക്കണമെന്ന് പറഞ്ഞില്ലേ. അത് എന്താ പറയാൻ കാരണം വെച്ചാൽ, ഒരു പശുവിനെ ഒരാൾ മേടിച്ചു നിരീച്ചോളൂ. അപ്പൊ അയാൾക്ക് കുറച്ച് പാലുണ്ട്, അതൊന്ന് കുറച്ച് വിൽക്കും. അപ്പൊ കുറച്ച് പൈസ കിട്ടി. അപ്പൊ അയാൾ 2 പശുവിനെ മേടിക്കും, പിന്നെ 3 പശുവിനെ മേടിക്കും. ഇങ്ങനെ അയാള് അവനവന്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി പിന്നെ വേറെ ഒന്നിനും സമയമില്ല. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ ഭാഗവധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാനൊന്നും സമയമില്ലാതെ നമ്മളെ ഈ ഭൗതിക സുഖങ്ങൾ സാധിക്കാൻ വേണ്ടി പിന്നെയും പ്രാർത്ഥന നടത്തും, യജ്ഞങ്ങൾ നടത്തും, ദേവന്മാരെ പൂജിക്കും. അത് സാധിക്കും, കുറെ സാധിക്കില്ല. പക്ഷെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ കുറെ സുഖങ്ങള് സൂക്ഷ്മശരീരം പോയി അനുഭവിക്കും. പിന്നെ ആദ്യം നമ്മൾ ഇങ്ങോട്ട് വന്ന് ജനിക്കുന്നതാണ് ഈ 2 ഇതിൽ പറയാം. അപ്പൊ നമുക്ക് 1ഉം 2ഉം വായിക്കാം. കപില ഉവാച അഥയോ ഗൃഹമേധീയാൻ ധർമാനേവാവസൻ ഗൃഹേ കാമമർത്ഥം ച ധർമാംശ്ച ദോഗ്ധി ഭൂയ വിപർത്തി താൻ. ഇനി 2
സചാപി ഭഗവത് ധർമാൻ, അതാണേ, കാമമൂഢ പരാങ്മുഖ യജതേ ക്രതുഭിർദേവാൻ പിതൃംശ്ച ശ്രദ്ധയാൻവിത. ഇതൊക്കെ ഇപ്പൊ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കിയാലും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ വളരെ വിഷമാണ്. പക്ഷെ നമ്മൾ ശ്രമിക്കാലോ. 3 തശ്രദ്ധയാക്രാന്തമതി പിതൃദേവവ്രത പുമാൻ ഗത്വാ ചാന്ദ്രമസം ലോകം സോമപാ പുനരേഷ്യതി. ഞാൻ തന്നെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞറിയോ? തശ്രദ്ധയ, അതായത് ഈ കാമവും അർത്ഥവും വേണം എന്നുള്ള ശ്രദ്ധയോണ്ട് ദേവലോകവും പിതൃലോകത്തേക്കൊക്കെ പോകണം എന്ന് വിചാരേ. ആക്രാന്തമതി, അത് ഭയങ്കരമായിട്ട് ഈ കാമങ്ങളുടെ പിന്നാലെ പോയിട്ട് ഡിസയർ, കാമച്ച ഡിസയറാണ് ഇവിടെ പറഞ്ഞത്. എല്ലാ ആഗ്രഹങ്ങളുടെ പിന്നാലെ ആക്രാന്തം അടിച്ചു പോവുക എന്ന് പറയൂല. അതായത് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള മോഹത്തോടു കൂടി പോയിട്ട് ദേവവ്രത, പിതൃക്കൾക്കും ദേവന്മാർക്കും വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അതായത് പിതൃക്കളെയും ദേവന്മാരെയും പ്രീതിപ്പെടുത്താൻ, അല്ലാതെ ആ പരമാത്മ ചൈതന്യത്തിനെ പ്രപഞ്ചശക്തി പ്രീതിപ്പെടുത്താനല്ല, ഓരോ ദേവന്മാരെയും പ്രീതിപ്പെടുത്താൻ ആ മനുഷ്യൻ ചാന്ദ്രമസം, ചന്ദ്രസംബന്ധിയായ ലോകം ഗത്വ, എന്നിട്ട് നമ്മള് പിതൃലോകത്തിലും പർജന്യലോകം പറയും, ചന്ദ്രലോകത്തിലും ദേവലോകത്തിലും ഒക്കെ പോയി അവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഏഷ്യതി, പിന്നെയും തിരിച്ചു വരുന്നു. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിന് കൂടെ പറഞ്ഞു തന്നെയാണ്. അതായത് ഓരോ ആഗ്രഹങ്ങളെ സാധിക്കണം എന്ന് വിചാരിച്ച് നമ്മള് ആ പ്രപഞ്ചശക്തിയുടെ, നമ്മളെ സൃഷ്ടിച്ച ആ പ്രപഞ്ചശക്തിയുടെ പ്രസാദത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്ന് വിചാരിക്കാതെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി ഓരോരോ ദേവന്മാരെയും പിതൃക്കളെയും എല്ലാം പ്രാർത്ഥിച്ച് അതിനുവേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിച്ച് കാര്യസാധ്യത്തിന് മാത്രമായിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, മരിച്ചു പോയാൽ നമ്മളെ പിതൃലോകത്തിലും ചന്ദ്രലോകത്തിലും, പർജന്യലോകം എന്നും പറയും തോന്നുന്നുണ്ട്, ചന്ദ്രലോകത്തിലും സ്വർഗത്തിലൊക്കെ പോയി സുഖങ്ങളൊക്കെ അനുഭവിച്ച് അമൃത സുഖങ്ങളൊക്കെ അനുഭവിച്ച്, പക്ഷെ അത് കഴിയണ സുഖമാണ്. ഈ പ്രപഞ്ചശക്തിയിൽ നമ്മൾ ചേരുന്ന പോലുള്ള അനശ്വര സുഖമല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ കഴിയും. അതായത് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കൊണ്ട് അനുഭവിക്കാവുന്ന എല്ലാ സുഖങ്ങളും ഈ ദുഃഖങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദുഃഖങ്ങൾ നരകത്ത് പോയിട്ട് അനുഭവിക്കും. മറ്റേ എല്ലാ സുഖങ്ങളും ഈ ബാക്കി ലോകങ്ങളിലൊക്കെ പോയി അനുഭവിച്ച്, അതായത് പിതൃലോകത്തിലും ചന്ദ്രലോകത്തിലും സ്വർഗത്തിലൊക്കെ പോയി അനുഭവിച്ച് അതിൻ്റെ ആ സമയം കഴിഞ്ഞാൽ ദുഃഖങ്ങളുണ്ടെങ്കിൽ നരകത്ത് പോയി ദുഃഖം അനുഭവിക്കും. സൂക്ഷ്മ ശരീരം കൊണ്ട് അനുഭവിക്കാവുന്നതാട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെയും ബാക്കി കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ കിടക്കുകയാണ്. ആ വാസനകൾ അനുസരിച്ച് പിന്നെയും ഭൂമിയിൽ ജനിക്കും തന്നെയാണ് ഇതിൽ പറഞ്ഞത്. അതാണ് ഏഷ്യതി, പിന്നെയും തിരിച്ചു വരുന്നു. എവിടെ? ഭൂമിയിലേക്ക്. സോമപാച്ച എന്താ? സോമപാനം ചെയ്താൽ അവിടുത്തെ എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ അർത്ഥമുള്ളൂ. അമൃത സുഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം, അതായത് എല്ലാ ലോകത്തിലത്തേക്കും. പിന്നെ പാപം ചെയ്തവരാണെന്ന് വെച്ചാൽ അപ്പൊ ഇതിപ്പോ പുണ്യം ഓരോന്ന് ആഗ്രഹിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ച് വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കുന്നവർ വേറെ പാപം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നേരെ ഇവിടെ തന്നെ പോകുള്ളൂ. പാപം ചെയ്തവരാണെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ പറ്റിക്കുക ഉപദ്രവിക്കുക ചെയ്തവരാച്ചാൽ നരകത്തിലും പോകും. സൂക്ഷ്മ ശരീരം കൊണ്ട് എന്തൊക്കെ അനുഭവിക്കാച്ചാൽ അതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കും. പക്ഷെ ബാക്കി കർമ്മങ്ങളുടെ ഫലം ബാക്കിയുള്ള സ്ഥൂല ശരീരം കൊണ്ട് അനുഭവിക്കാനേ പറ്റുള്ളൂ എന്നുള്ളതിന് വേണ്ടി ആദ്യം ജനിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് 4 കൂടി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പൊ 3 കഴിഞ്ഞിട്ട് 4ലേക്ക് പോവാം നമുക്ക്. തശ്രദ്ധയാക്രാന്തമതി പിതൃദേവവ്രത പുമാൻ ഗത്വാ ചാന്ദ്രമസം ലോകം സോമപാ പുനരേഷ്യതി. എത്ര നല്ലൊരു കാര്യമാണ് നമുക്ക് കപിലവാസുദേവമൂർത്തി പറഞ്ഞു തരണേ. അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പറ്റണത്ര ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ നമുക്ക് നോക്കാലോ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ശ്രമം നടത്താലോ. 4 യഥാ ചാഹീന്ദ്രശയ്യായാം ശേതേനന്ദാസനോ ഹരി തദാ ലോകം ലയം യാന്തി ഏതേ ഗൃഹമേധിനാം. 4ന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോവാം. യഥാച്ച, ഏതൊരു കാലത്ത്, എപ്പോഴാണ് അനന്താസന, അതായത് അനന്താസന ഹരി, അതായത് അനന്തൻ പാമ്പില് പിന്നെ ആസനമാക്കിയിട്ടുള്ള മീൻസ് അനന്തശായി ആയിട്ടുള്ള ഹരി ഭഗവാൻ അഹീന്ദ്രശയ്യായാം ആദിശേഷനാകുന്ന ആ കിടക്കയില് ശേതേ
ഉറങ്ങുമ്പോ തത് ആ കാലത്ത് ഗൃഹമേധിനാം, അതായത് ഭഗവാന്റെ യോഗനിദ്രയുടെ സമയത്ത് ഗൃഹമേധിനാം ഗൃഹസ്ഥാശ്രമങ്ങളുടെ എത്തെ അങ്ങനെയുള്ള ഏതേ ലോക ഈ ലോകങ്ങൾ ലയം യാന്തി മീൻസ് പ്രളയം സംഭവിക്കുക, അതായത് ലയിക്കുന്നു ഭഗവാനിലെ. അതായത് ഈ കാമ്യകർമ്മങ്ങളെ കൊണ്ട് ഈ ബാക്കി ദേവന്മാരെ മുഴുവനും ഓരോ കാര്യങ്ങൾ സാധിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണവരെന്താ ഉണ്ടാവുക? മരിച്ചു കഴിഞ്ഞാൽ ഈ ചന്ദ്രലോകത്തിലൊക്കെ എത്തി അവിടുത്തെ സുഖങ്ങൾ, അനിത്യമായിട്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കും. എന്നിട്ട് പിന്നെ അങ്ങനെ പിന്നെയും ജനിക്കും, പിന്നെയും മരിക്കും, പിന്നെയും ജനിക്കും. അത് കഴിഞ്ഞിട്ട് കൽപ്പാന്ത പ്രളയം, അതായത് ആ ടോട്ടൽ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രാകൃത പ്രളയം, കൽപ്പാന്ത പ്രളയം വരണമ്പോ കൽപ്പാന്ത പ്രളയം വേണമെന്നില്ല, അല്ല പിന്നെ പ്രാകൃത പ്രളയം വേണമെന്നില്ല. ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുന്നതിന്റെ മുമ്പേ ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിഞ്ഞാൽ മതിയല്ലോ, ഒരു പകല്. അതിനാണ് കൽപ്പാന്ത പ്രളയം എന്ന് പറയുന്നത്. കാരണം ഒരു കൽപ്പം രണ്ട് ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ്. അപ്പൊ ആ പകല് കഴിഞ്ഞാൽ ഒരു പ്രളയം ഉണ്ടല്ലോ, ആ പ്രളയം വരുന്ന സമയത്ത് ബ്രഹ്മാവ് നശിക്കില്ല, ബ്രഹ്മാവും ബ്രഹ്മലോകവും ഇല്ല, ബാക്കിയൊക്കെ ഭഗവാനിന്റെ നശിക്കല്ല, എല്ലാം ഭഗവാനിലേക്കും. അതുവരെ നമ്മള് ഇങ്ങനെ ജനന മരണം കഴിഞ്ഞിട്ട് ഈ ചക്രത്തിൽ ചുറ്റി 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 പ്രളയം വരുന്ന സമയത്ത് നമ്മള്, അതായത് ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് ബാക്കി ലോകങ്ങളോട് കൂടി നമ്മള്, ബ്രഹ്മാവ് മാത്രം ഉറങ്ങും, ഭഗവാനില് ലയിക്കില്ല. എന്നാലും ബ്രഹ്മാവ് ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ബാക്കി ലോകങ്ങളും നമ്മളും എല്ലാം ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കും എന്നാണ് ഇതിൽ പറയാം. കൽപ്പാന്തത്തില് നമ്മളെല്ലാം ആ ഭഗവാനിൽ അങ്ങ് ലയിക്കും. എന്നാലോ നല്ല ആൾക്കാർ, അതായത് ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കണവരാണെച്ചാൽ അവര് ഈ സമയത്ത് നിത്യമുക്തന്മാരാവും. അവർക്ക് മോക്ഷം തന്നെ കിട്ടും. പിന്നെ ജനിക്കേണ്ട ആദ്യം ഈ ഭഗവാൻ ബ്രഹ്മാവിന്റെ പിറ്റേ ദിവസം ആദ്യം സൃഷ്ടി തുടങ്ങുമ്പോൾ നമുക്ക് ജനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ലെങ്കിൽ പിന്നെയും ഇതന്നെ. അതാണ് പൂന്താനം പറഞ്ഞത് പുനരഭിജനന, അല്ല പിന്നെ ശങ്കരാചാര്യർ പറഞ്ഞത് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേ ശയനം. ഒരു കണ്ടിന്യൂസ് സൈക്കിള്, അതായത് നിർത്താതെ പോകുന്ന ഒരു ചക്രത്തിൽ നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര സങ്കടമാണ്. അതാണ് ഇപ്പൊ കപിലദാസ് ദേവമൂർത്തി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ 4 വായിച്ച് ഞാൻ ഈ സെഷൻ കൂടി നമുക്ക് നിർത്താം. യഥാ ചാഹീന്ദ്രശയ്യായാം, അഹീന്ദ്രൻ ചാൽ അനന്തപാമ്പാണ്, അഹീച്ച പാമ്പാണ്. അപ്പൊ അഹീന്ദ്രൻ എന്ന് പറഞ്ഞാൽ പാമ്പുകളുടെ രാജാവ് പറയുമ്പോ അനന്തനെ മേലെ കിടക്കണ. ശേതേനന്ദാസനോ ഹരി, ആ ഹരിയില് തദാലോകോലയം യാന്തി തേതേ ഗൃഹമേധിനാം. ഇങ്ങനെ നമ്മള് ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന ഈ ഗൃഹസ്ഥന്മാര് ജനിച്ചു മരിച്ച് ജനിച്ചു മരിച്ച് ജനിച്ചു മരിച്ച് കൽപ്പാന്തകാലത്തില് യോഗനിദ്ര കൊള്ളുന്ന ഭഗവാൻ ലയിക്കും. പിന്നെയും ജനിക്കട്ടോ. പക്ഷേ ആത്മജ്ഞാനം നേടിയവര് ഇനി പുനരാവൃത്തിരഹിതമായിട്ട് ഭഗവാനിൽ ലയിക്കും എന്നാണ് പറഞ്ഞത്. ഇത് തിരിച്ചു വരും, അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ച് നമുക്ക് അടുത്ത ശ്ലോകം അടുത്തതിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കപിലവാസുദേവമൂർത്തി ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരണം. ആ ഭഗവാൻ തന്നെ അവതാരമായിട്ടുള്ള ആ കപിലവാസുദേവമൂർത്തിയെ നമുക്ക് ദേവഹൂതിയോടൊപ്പം നമസ്കരിക്കാം. ഈശ്വരാജ്ഞാനം ഞങ്ങൾക്ക് ആ ബോധം ഉണ്ടാക്കി തരാൻ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.